ब्रह्मादियोगी मुनिसेवित सिद्धमन्त्रं दारिद्र्य दुःख भवरोग विनाशमन्त्रं संसारसागर समुद्धरणैकमन्त्रं वन्दे महाभयहरं रघुराममन्त्रम् अञ्जनेयमतिपाटलाननं काञ्चनाद्रिकमनीय विग्रहं पारिजाततरुमूलवासिनं भावयामि पवमाननन्दनम् आञ्जनेयस्वामिके जय कोदण्डनिर्मुक्तशराग्रखण्डनं प्रचण्डविश्वद्भुजदण्डमण्डनं प्रचण्डचण्डांशुसमानदण्डनं भजामि रामं രണരംഗമണ്ഡലം. ശ്രീരാമചന്ദ്രസ്വാമിക്ക് ജയ. ഹനുമാൻ രാമലക്ഷ്മണന്മാരെ അന്വേഷിച്ച് അവിടെ പോയി പാതാളത്തിലേക്ക് വിഭീഷണൻ പറഞ്ഞു കൊടുത്ത വഴിയെ പോയി അവിടെ കുറച്ച് വിശ്രമിക്കണമെന്ന് തോന്നി. അല്ലാതൊരു അങ്ങനെ ഉണ്ടാവുമല്ലോ, ഏതോ ഒരു സ്ഥലത്ത് പെട്ടെന്ന് എത്തിച്ചാകുമ്പം. അങ്ങനെ അവിടെ പോയി. ഭയപ്പെടുന്നും വേണ്ട, ഞാൻ ഉണ്ട്, നല്ല വിജയിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിഭീഷണൻ പറഞ്ഞതാണ്. ജയ ജയ രാമ 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 എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ പോയി. പാതാളത്തിലെത്തിയ ഉടനെ അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു. വൃക്ഷത്തിന്മേലിരിക്കുന്ന രണ്ട് പക്ഷികളൊക്കെ സംസാരിക്കുന്നത് ഹനുമാൻ കേട്ടു. പക്ഷികളുടെ ഭാഷയൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാവും. ഒരു ആൺപക്ഷി പെൺപക്ഷിയോട് പറയുകയാണ്, പ്രിയപ്പെട്ടവളെ, അഹിരാവണൻ രാമൻ എന്നും ലക്ഷ്മണൻ എന്നും പേരായ രണ്ട് സഹോദരന്മാരോട് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ കാമതാദേവിക്ക് ബലി കൊടുക്കാൻ ഉള്ള ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആ കർമ്മത്തിന്റെ ശേഷം ആ പുണ്യദേഹങ്ങൾ അവൻ ദൂരെ വലിച്ചെറിയും. അപ്പോൾ കുറെ ദിവസങ്ങളോളം ആ പവിത്ര ഗാത്രങ്ങള് അതൊക്കെ ഈ പക്ഷികൾക്ക് അറിയുന്നുണ്ട്, അത്രയും പരിശുദ്ധം ഈശ്വരന്മാരാണെന്നൊക്കെ. പവിത്ര ഗാത്രങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ചുകൊണ്ട് നമുക്ക് കഴിഞ്ഞുകൂടാ. ഇന്ന് നമുക്കൊരു ഉത്സവ ദിവസമാണല്ലേ. ഹനുമാൻ മരച്ചോട്ടിൽ ക്ഷണം എഴുന്നേറ്റു. വാലിന് ചവിട്ടേറ്റ മൂർഖനെ പോലെ മുന്നോട്ട് പോയി. ആ കഷ്ടം, എന്റെ സ്വാമിക്ക് എന്ത് സംഭവിച്ചിരിക്കുമെന്ന് പറഞ്ഞ് ഇദ്ദേഹം കരയാൻ തുടങ്ങി. അപ്പോ അദ്ദേഹം അഹിരാവണന്റെ നഗരത്തിൽ പ്രവേശിച്ചു. പ്രവേശന ദ്വാരത്ത് വെച്ച് തന്നെ വാനര രൂപത്തിലുള്ള മകരധ്വജൻ എന്ന കാവൽക്കാരനും അദ്ദേഹം യുദ്ധം ചെയ്ത് ജയിച്ചിരുന്നു. എന്നാൽ വാനരനായത് മൂലം അവന്റെ വംശാവലിയും ചരിത്രവും അദ്ദേഹം അന്വേഷിച്ചു. ഹനുമാന് മകരധ്വജന്റെ വിശ്വാസം നേടാൻ അങ്ങനെ സാധിക്കുകയും ചെയ്തു. രാമലക്ഷ്മണന്മാരെ അവരുടെ വിദ്യയെയും കുറിച്ചുള്ള വിവരങ്ങൾ അവനിൽ നിന്നും കിട്ടി. ഈ രണ്ട് സഹോദരന്മാരെയും പ്രഭാതത്തിൽ കാമതാദേവിയുടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി മനുഷ്യബലി നൽകുന്നതാണെന്ന വിവരം അവനിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. പിന്നെ സാധിക്കുമോ? എന്തിനാണ് ഇങ്ങനത്തെ എല്ലാം ജൽപ്പനം? ഈ ക്രൂരഹൃദയനായ പാതാള രാജാവ് രാമലക്ഷ്മണന്മാരെ എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളതെന്ന് ഹനുമാൻ മകരധ്വജനോട് ചോദിച്ചു. പക്ഷെ അത് പറഞ്ഞു കൊടുക്കൂല. എന്തായിരുന്നാലും അവരുള്ള സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ താൻ അനുവദിക്കില്ലെന്ന് അവൻ നിർബന്ധപൂർവ്വം അറിയിച്ചു. കാരണം എന്താണോ, അദ്ദേഹത്തിന് സ്വന്തം യജമാനൻ അനുസരിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളോടും ഭക്തിയും സത്യസന്ധതയും ഊറും പുലർത്തേണ്ടതുണ്ട്. ഞാൻ എത്ര തന്നെ കഷ്ടപ്പാട് സഹിച്ചാലും താങ്കൾ അങ്ങോട്ട് പോകാൻ അനുവദിക്കുകയില്ല. കാര്യമൊക്കെ കാര്യം തന്നെ എന്ന് പറയുന്നു. അവൻ പറഞ്ഞു, താങ്കൾ വാനരനാണെന്ന നിലക്ക് ഞാൻ പ്രത്യേക പരിഗണന കാണിച്ചാൽ അവിശ്വസ്തനും കൃതജ്ഞനും എന്ന നിലയിൽ ഞാൻ കവികുലത്തെ മുഴുവൻ അപമാനിക്കുകയായിരിക്കൂലേ? താങ്കളുടെ സ്വാമിയായ രാമനോട് താങ്കൾക്ക് എത്രമാത്രം ഭക്തിയും സ്നേഹവും ഉണ്ടോ അത്രയും ഭക്തി സ്നേഹവും എന്റെ സ്വാമിയായ അഹിരാവണനോട് എനിക്കുമുണ്ട്. അതുകൊണ്ട് താങ്കള് എനിക്ക് എത്ര സ്വന്തക്കാരായാലും ഞാൻ വ്യതിചലിക്കുകയില്ല. എനിക്ക് എന്റെ ജോലി നിർവഹിക്കണം. അദ്ദേഹത്തിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുകയും വേണല്ലോ എന്ന് പറഞ്ഞു. താങ്കൾക്ക് എന്നെ ദ്വന്ദ്വയുദ്ധത്തിൽ പരാജയനാക്കിയാൽ മാത്രമേ ഉള്ളിലേക്ക് കടക്കാനാവൂ. അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അവൻ വെല്ലുവിളിയുടെ രീതിയിലാണ് പറഞ്ഞത്. അപ്പോ ഹനുമാൻ അവന്റെ വികാരങ്ങളെയും ധർമ്മബോധത്തെയും അഭിനന്ദിച്ചു. മകരധ്വജൻ ശരിയായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് കണ്ടപ്പോൾ ഹനുമാന് സന്തോഷമായി. അദ്ദേഹം വെല്ലുവിളി സ്വീകരിച്ച് യുദ്ധം തുടങ്ങി. ഭീകരമായ യുദ്ധം. കുറെ സമയം കഴിഞ്ഞു. യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ലെന്നും ഉചിതമല്ലെന്ന് ഹനുമാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഹനുമാൻ വാലുകൊണ്ട് മകരധ്വജനെ ചുറ്റി വളരെ ദൂരത്തേക്ക് എറിഞ്ഞു. അനന്തരം ഹനുമാൻ ധൈര്യപൂർവ്വം നഗരത്തിലേക്ക് പ്രവേശിച്ചു.
സുരഭിലങ്ങളായ പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു നല്ല വലിയ മാലയുമായി ഒരു പൂക്കാരൻ പ്രവേശന ദ്വാരം കടക്കുന്നത് അദ്ദേഹം കണ്ടു. തനിക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് എത്തുവാൻ ഇതാണ് ഏറ്റവും നല്ല അവസരം എന്ന് മനസ്സിലാക്കി അദ്ദേഹം അത്യന്തം സൂക്ഷ്മമായ ഒരു രൂപം സ്വീകരിച്ചു. കൊണ്ടുപോയിരുന്ന മാലയിൽ കടന്നുകൂടി. ഒരു വണ്ടിന്റെ അത്ര ചെറുതായി. അതുകൊണ്ട് മാലക്ക് കനക്കൂടുതലൊന്നും ഉണ്ടായതുമില്ല. മുമ്പുള്ള കനം മാത്രമേ ഉണ്ടായിരുന്നതും ഉള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് പൂക്കാരനും അറിഞ്ഞിരുന്നില്ല. അവൻ യാതൊരു മാറ്റവും കണ്ടില്ല. മാല അഹിരാവണന് തന്നെ നൽകപ്പെട്ടു. അവൻ അത് 2 കൈകളിലുമായി സ്വീകരിച്ച് അതേപടി കൊണ്ടുപോയി ക്ഷേത്രത്തിൽ കാമതാദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തി. അവർ പലതരം പവിത്രീകൃതമായ ഭക്ഷണ വസ്തുക്കളും ദേവിക്ക് നിവേദിച്ചു. വിഗ്രഹത്തിന്റെ കഴുത്തിലുള്ള മാലയിൽ അനുകൂല സ്ഥിതി ഉള്ളയിടത്തിരുന്ന് ഹനുമാൻ എല്ലാ ഭക്ഷ്യവസ്തുക്കളും കഴിച്ചു. തീറ്റയും കിട്ടിയില്ലേ. ഭക്ഷണ സാധനങ്ങൾ കുറേശ്ശെയായി അപ്രത്യക്ഷമാകുന്നത് കണ്ട രാക്ഷസന്മാർ വളരെ സന്തുഷ്ടരായി. കാരണം എന്താണോ, അവരുടെ ദേവിയല്ല ഇതെല്ലാം. അവരുടെ ഭക്തിയിൽ ദേവി പ്രസാദിച്ചു എന്നാണ് വിചാരിക്കുന്നത്. അഹിരാവണനും സന്തുഷ്ടനായിരുന്നു. ഇന്ന് എന്റെ പ്രാർത്ഥനകൾക്കനുസരിച്ച് പ്രവർത്തിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ഭാഗ്യം അതിന്റെ അത്യുച്ചാവസ്ഥയിലാണെന്ന് തന്നെ പറയുന്നു. ഈ അഹി. യജ്ഞപശുക്കളെ അലങ്കരിക്കുന്ന രീതിയിൽ അലങ്കൃതരായി രാമലക്ഷ്മണന്മാർ അവിടെ ആനീതരായി. ഇരുവശത്തും ഭീമാകാരന്മാരായ രാക്ഷസന്മാർ അവരെ പിടിച്ചുകൊണ്ട് നിന്നു. യാഗവേദിയുടെ അടുത്ത് അവരെ നിർത്തിയതായി ഹനുമാൻ കണ്ടു. ഹനുമാൻ രാവനെ ഭക്തിപൂർവം വണങ്ങി. ഭക്തി ആദരങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം നിറഞ്ഞു. കാവൽക്കാർ 2 സഹോദരന്മാരെയും ദേവീ വിഗ്രഹത്തിന് മുമ്പിൽ നിർത്തി. അവരുടെ കഴുത്തിനടുത്ത് മൂർച്ചയുള്ള വാളുകൾ പിടിച്ചു നിന്നു. ദീപം വീശിക്കാട്ടിയാൽ പിന്നെ പെട്ടെന്ന് ഇരു സഹോദരന്മാരുടെയും ജീവൻ ബലി അർപ്പിക്കുന്ന കർമ്മം നിർവഹിക്കപ്പെടണമെന്നും അവർ 2 പേരും ഒരു നിമിഷം പോലും വൈകാതെ അത് ചെയ്യണമെന്നും അഹിരാവണൻ പറഞ്ഞു. മനുഷ്യരൂപത്തിൽ അഭിനയിക്കുന്ന ദിവ്യന്മാരായ രാമലക്ഷ്മണന്മാർ അഹിരാവണനാൽ ദേവിക്കർപ്പിക്കപ്പെട്ട നിവേദ്യങ്ങൾ കഴിച്ചത് ഹനുമാനാണെന്ന് കണ്ടുപിടിച്ചിരുന്നു. ആ വിവരം ഇനി വരുന്ന സംഭവങ്ങൾ നല്ല നർമ്മബോധത്തോടുകൂടി നോക്കി നിർത്തിക്കുവാൻ അവർക്ക് പ്രേരണയായി. രാമലക്ഷ്മണന്മാരെയും ലഘുചിത്തന്മാരെയും മന്ദസ്മിത വദനന്മാരെയും കണ്ട അഹിരാവണന് ഭയങ്കര ക്രോധമുണ്ടായി. ഇവർക്ക് പേടിയൊന്നുമില്ലേ? ഞാനിങ്ങനെയെല്ലാം ചെയ്ത് ഇവരുണ്ടല്ലോ നല്ല സുസ്മേര വദനന്മാരായിട്ട് ഇരിക്കുന്ന 2 പേര്, ഇതെന്തെന്നാണ് വിചാരം. ദേഷ്യം വന്നു. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ജീവിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള അല്പ ചില നിമിഷങ്ങളെ ബാക്കിയുള്ളൂ കേട്ടാ. ആ സമയം നിങ്ങൾക്ക് ഇത്രമാത്രം ആനന്ദം തരുന്നുണ്ടോ? എനിക്ക് വെറുപ്പൊന്നുമില്ല. നിങ്ങൾ ആനന്ദിച്ചോണ്ട് പോകുന്നതല്ല നല്ലത്. നിങ്ങളെ ജീവനുള്ള കാലം വരെ ആനന്ദിക്കുവാൻ. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൃത്യുദേവതയായ യമന്റെ രാജ്യത്ത് വെച്ച് ചിരിക്കാനാവും കേട്ടോ. ഈ 2 സഹോദരന്മാരുടെ ദുർവിധി ആസ്വദിക്കുകയും അവരെ കൂടുതൽ മുറിപ്പെടുത്തുന്ന കടുത്ത വാക്കുകൾ തന്നെ രാക്ഷസൻ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഇത് കേട്ടപ്പോൾ പുരോഹിതൻ എഴുന്നേറ്റ് രാജാവിനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, ഭരണപരമായ ധർമ്മശാസ്ത്രപ്രകാരം ബലിയർപ്പിക്കപ്പെടാനുള്ള ഈ ആളുകൾക്ക് ഇഷ്ടമാണെങ്കിൽ മരണാനന്തരം ശാന്തി നൽകാനായി ആ കർമ്മത്തിന് തൊട്ടു മുമ്പായി സ്വന്തം ഉപാസനാമൂർത്തികളോട് പ്രാർത്ഥിക്കാവുന്നതാണ് എന്ന് പറഞ്ഞു. രാക്ഷസ രാജാവ് സ്വസ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ അറിയിച്ചു, രാജകുമാരന്മാരെ, നിങ്ങൾക്ക് ആരെങ്കിലും ഗുണകാംക്ഷികൾ ആയിട്ടുണ്ടെങ്കിൽ അവരോട് നന്ദി പ്രകാശിപ്പിക്കേണ്ട സന്ദർഭം ഇതാണ്. നിങ്ങൾക്കിനി അല്പനിമിഷങ്ങളെ ജീവിതമുള്ളൂ. രാമനും ലക്ഷ്മണൻ അന്യോന്യം മുഖത്ത് നോക്കി മന്ദഗതിച്ചു. ആ ഘട്ടത്തിൽ ഹനുമാൻ ഉഗ്രമായെന്ന് ഗർജിച്ചു. അത് കേട്ടുകൊണ്ട് രാക്ഷസന്മാർ തങ്ങളുടെ ദേവി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്നും അവരുടെ ക്രോധം പ്രകടിപ്പിച്ചിരിക്കുകയാണെന്ന് സങ്കല്പിച്ചു. ഹനുമാൻ മാലയിൽ നിന്നും ചാടി താഴെ നിന്ന് അതിഭീഷണമായൊരു രൂപം കൈക്കൊണ്ട് ദേവിയുടെ കയ്യിലുണ്ടായിരുന്ന വാളെടുത്ത് അഹിരാവണനെ തട്ടി നിലത്ത് വീഴ്ത്തി സർവാംഗം അടിച്ച് തുണ്ടമായി നുറുക്കിയിട്ടു. പക്ഷെ അവന്റെ ശരീരം വളരെ ശക്തിയുള്ളതായിരുന്നു. കൂടാതെ അവൻ അസാധാരണമായ ഒരു വരവും ലഭിച്ചിരുന്നു. ഈ വരത്തിനനുസരിച്ച് ശകലീകരിക്കപ്പെട്ട ശരീരത്തിന്റെ കഷ്ണങ്ങളെല്ലാം ഒന്നിച്ചുകൂടി പൂർണ്ണ രൂപം കൊള്ളും. അതാ ഒടുവിൽ ഹനുമാൻ രാമനെ മനസ്സിൽ ഉറപ്പിച്ച് ജയറാം ജയറാം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ തല ഒരു കൈ കൊണ്ട് പിടിച്ച് മറ്റേ കൈ കൊണ്ട് കഴുത്ത് വെട്ടി അവ ഒന്നിച്ചു ചേരാനിടയാവുന്നതിന് മുമ്പായി വിഗ്രഹത്തിന് മുമ്പിലുണ്ടായിരുന്ന കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന യാഗാഗ്നിയിൽ എറിഞ്ഞു. പിന്നെ അല്ല ആരാടാ കളി. ആ അവസരത്തിൽ മകരധ്വജൻ ക്ഷേത്രത്തിലേക്ക് വന്ന് ദേവിയുടെ സന്നിധിയിലെത്തി.
അവനെ കണ്ട ഹനുമാൻ അഹിരാവണന്റെ തലയിൽ നിന്നും കിരീടം ഇളകിയെടുത്ത് മകരധ്വജന്റെ ശിരസിൽ വെച്ചു. അവനെ പാതാളത്തിലെ ഭരണകർത്താവായി പ്രഖ്യാപിച്ചു. ആ രണ്ട് സഹോദരന്മാരോട് എന്നും കൃതജ്ഞനായിരിക്കണമെന്നും അവരോട് ഭക്തിയും കൂറും പുലർത്തണമെന്നും ഉപദേശിച്ചു. രാമലക്ഷ്മണന്മാരെ രണ്ടു ചുമലുകളിലും വഹിച്ച ഒറ്റ ചാട്ടത്തിന് പാതാളത്തിൽ നിന്നുയർന്ന് സുരക്ഷിതമായി കോടിക്കണക്കിന് നേത്രങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരുന്ന വാനര സമൂഹത്തിന്റെ മധ്യത്തിലെത്തി. യാതൊരപായവും കൂടാതെ പരിപൂർണമായ ആരോഗ്യത്തോടും സുഖത്തോടും കൂടി തങ്ങളുടെ മുമ്പാകെത്തിയ രാമലക്ഷ്മണനെ കണ്ടതുകൊണ്ട് ഉണ്ടായ ആനന്ദം അടക്കാൻ വിഭീഷണനും മറ്റുള്ളവർക്കും കഴിഞ്ഞില്ല. അവർ രാമലക്ഷ്മണന്മാരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അവർ ഹനുമാനെ കെട്ടിപ്പിടിച്ച് കൃതജ്ഞതയുടെ കണ്ണീരൊഴുക്കി. വാനരന്മാരാണെങ്കിലോ ആയിരക്കണക്കിന് വ്യത്യസ്തങ്ങളായ ഗീതങ്ങളാൽ ഹനുമാനെ പുകഴ്ത്തി. അവർ അദ്ദേഹത്തെ എടുത്ത് ചുമലിലേറ്റിക്കൊണ്ട് നടന്നു. ഫലങ്ങൾ ഭുജിപ്പിച്ചു. ഓരോരുത്തരും അദ്ദേഹത്തെ താലോലിച്ചാശ്ലേഷിച്ചു. അങ്ങനെ അവർ തങ്ങളുടെ സ്നേഹം ഹനുമാനിൽ ചൊരിഞ്ഞു. വിഭീഷണൻ രാമന്റെ മുമ്പാകെ നിന്നിട്ട് പറഞ്ഞു, സ്വാമി, അവിടുത്തെ ലീലയെപ്പറ്റി ഞാൻ എന്താണ് പറയേണ്ടത്? അവിടുത്തേക്ക് മാത്രമേ ആ പ്രവർത്തനങ്ങളുടെയും പ്രകടനങ്ങളുടെയും അർത്ഥം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ കഴിയൂ. പാതാളത്തിൽ നിന്ന് പോലും രാക്ഷസന്മാരെ തുടച്ചു മാറ്റുവാനുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അവിടുന്ന് അവതരിച്ചിട്ടുള്ളത്. ആ നിശ്ചയം നടപ്പിലാക്കുന്നതിനാണ് ഈ നാടകീയ രംഗാഭിനയങ്ങളെല്ലാം എനിക്കറിയാം. അഹിരാവണിൽ നിന്നും രാമലക്ഷ്മണന്മാരെ ഹനുമാൻ തിരികെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് രാവണൻ അറിഞ്ഞു. പുത്രനായ അഹിരാവണന്റെ അന്ത്യം സംബന്ധിച്ച ദുഃഖവാർത്തയും അദ്ദേഹം അറിഞ്ഞിരുന്നു. അത് കേട്ട് രാവണൻ ബോധം കെട്ടുപോയി. തന്റെ നഷ്ടത്തെ പറ്റി വളരെ നേരത്തോളം ഉറക്കി കരഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ബാഷ്പം പ്രവഹിച്ചുകൊണ്ടിരുന്നു. മണ്ഡോദരി രാവണന്റെ സമീപം വന്നു ആശ്വസിപ്പിക്കാനും ദുഃഖം കുറക്കാനാവുന്നതെല്ലാം ചെയ്തു. പക്ഷേ അവള് പറയുന്നൊന്നും ശ്രദ്ധിച്ചതേയില്ല. മൃദുസ്വരത്തിൽ അവളുടെ ആശ്വാസവാക്കുകൾ കേട്ട് അദ്ദേഹം ഏറെ ക്രോധാവിഷ്ടനാവുകയാണ് ഉണ്ടായത്. അതങ്ങനെയല്ലേ? ഇപ്പൊ എന്താ ഈ നല്ലോണം ദേഷ്യമല്ലേ ആർക്ക്? രാവണപ്രഭുവിന് പറയുന്നതെല്ലാം ദേഷ്യമൊക്കെ വർക്ക് ചെയ്യുന്നു. അധികം ചീത്ത പറയുന്നു, പച്ചത്തില് ആക്രോശിക്കുന്നു. അന്നേരം ഒരു മന്ത്രി, വയസ്സനായ ഒരു മന്ത്രി രാവണനെ കാണുവാനായി എത്തി. സിന്ധുരനാഥൻ എന്ന അദ്ദേഹത്തിന്റെ പേര്. രാവണൻ ധൈര്യം സമാഹരിച്ച് എഴുന്നേറ്റ് സമാദരണീയനായ ആളായിരുന്നു ആ മന്ത്രി. ജ്ഞാനിയായ സിന്ധുരനാഥൻ വിഭീഷണൻ ലങ്കയിലായിരുന്നപ്പോൾ അദ്ദേഹമേ വളരെ അടുപ്പത്തിലായിരുന്നു. അദ്ദേഹം അനേകം ധാർമ്മിക ഗുണങ്ങളെപ്പറ്റി രാവണനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കണ്ടേ. അദ്ദേഹത്തിന്റെ വാക്കുകളും രാവണൻ ശ്രദ്ധിച്ചില്ല. അലക്ഷ്യമായാണ് അദ്ദേഹം അവ കേട്ടത്. രാവണന്റെ പ്രതികരണം മന്ത്രിയിൽ വളരെ സങ്കടമുണ്ടാക്കി. അദ്ദേഹം ചിന്തിച്ചു, ദൗർഭാഗ്യകാലത്ത് ബുദ്ധിയും സങ്കുചിതമായി പോകും. പാപം, അദ്ദേഹം ആപത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മധുരമായ ഉപദേശം പോലും കൈപ്പായി അനുഭവപ്പെടുകയുള്ളൂ. എന്നിട്ടും കരുണാർദ്രത കാരണം അദ്ദേഹത്തിന് കാരുണ്യം കൊണ്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നു. സഹാനുഭൂതിയോടുകൂടി അവൃദ്ധമന്ത്രി ഉപദേശവാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. രാവണൻ തന്നെത്താൻ പറഞ്ഞു, എന്റെ ബന്ധുക്കളെല്ലാം നശിച്ചിരിക്കുന്നു, ഒരാളും ജീവനോടെ ഇല്ല. ആ ഘട്ടത്തിൽ മന്ത്രി പറഞ്ഞു, അങ്ങനെ പറയുന്നത് എന്താണ്? അങ്ങേക്ക് ഒരു മകൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, നരാന്തകൻ. അദ്ദേഹത്തിന്റെ നായകത്വത്തിൽ 72 കോടി രാക്ഷസന്മാരുമുണ്ട്. അദ്ദേഹത്തിന്റെ സഹായത്തിന് വിളിക്കുവോ? ക്ഷണം ഒരു ദൂതനായിപ്പോ. അദ്ദേഹത്തിന് ശത്രുക്കളെ നശിപ്പിക്കാനാവും. അങ്ങേക്ക് സംശയം വേണ്ട. ഇത് കേട്ടപ്പോ സന്തുഷ്ടനായി രാവണൻ. സമർത്ഥനായ നരാന്തകനെ കൂട്ടിക്കൊണ്ടുവരാൻ ധൂമകേതു എന്ന ദൂതനെ അയച്ചു. പേര് കേട്ട തന്നെ. ദൂതൻ ലങ്കയിൽ നിന്ന് ദുഃഖാന്ത കഥകളെ നരാന്തകന് വിവരിച്ചു കൊടുത്തു. അതോടെ വേറെ ഏതോ നാട്ടിലായില്ലോ, ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല. ഇന്ന് പത്രമൊന്നുമില്ലല്ലോ, TV ഒന്നുമില്ല. എല്ലാം പറഞ്ഞു കൊടുത്തു. അടിയന്തര സഹായത്തിനുള്ള അഭ്യർത്ഥന അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ നരാന്തകൻ തന്റെ സൈന്യങ്ങളോടുകൂടി പുറപ്പെട്ടു. യുദ്ധക്കളത്തിലെ ഉടനെ വാനര സൈന്യത്തെ ആക്രമിക്കുകയും ചെയ്തു. ഹനുമാൻ ദൂരെ നിന്ന് തന്നെ അസുരനെ കണ്ടു. തന്നെ എതിർക്കാനായി മുന്നോട്ട് കുതിച്ച ഹനുമാനെയും അദ്ദേഹത്തിന്റെ ഭീമമായ അകാരത്തെയും കണ്ടപ്പോൾ നരാന്തകൻ ഭയചകിതനായി പോയി. അദ്ദേഹം ധൂമകേതുവോട് ചോദിച്ചതാരാന്ന് ചോദിച്ചു. തന്റെ എല്ലാ സഹോദരന്മാരെയും കൊന്ന അജയ്യ വീരനെ ഹനുമാനാണെന്ന് ആണ് മറുപടി കിട്ടിയത്. അയ്യോ! ഇത് കേട്ടപ്പോൾ നരാന്തകൻ കൂടുതൽ ക്രുദ്ധനായി. അയാൾ ഹനുമാനെ ലക്ഷ്യമാക്കി അസ്ത്രങ്ങൾ തൊടുത്തു. ഹനുമാൻ അവയെല്ലാം പിടിച്ചെടുത്ത് ഒടിച്ചെറിഞ്ഞു.
ഹനുമാൻ നരാന്തകന്റെ വളരെ അടുത്തെത്തി. മുട്ടി ചുരുട്ടി അവന്റെ നെഞ്ചിൽ കൊടുത്തു വന്നു. അവനെ എടുത്തുയർത്തി വട്ടത്തിൽ കറക്കി പാതാളത്തിലെ രസാതലത്തിന്റെ അഗാധതയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ അവന്റെ അനുയായികളായ 10,000കണക്കിന് രാക്ഷസന്മാർ കടലിലേക്ക് എറിയപ്പെട്ടു. നെറ്റുകളെല്ലാം പറക്കി കടലിലോട്ടു. അങ്ങനെ നരാധകന്റെ സൈന്യത്തിന്റെ തേരുകൾ തകർത്തു, സാരഥികൾ നശിപ്പിക്കുകയും ചെയ്തു.